ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർക്ക് പകരം സ്ഥിരം വിസിയെ നിയമിക്കാൻ സർക്കാർ നീക്കം. ഡിജിറ്റൽ സർവകലാശാല ആക്ടിൽ ഭേദഗതി വരുത്തി ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിസി നിയമന വ്യവസ്ഥകളിൽ UGC നിർദ്ദേശവും സുപ്രീംകോടതി വിധിയും അനുസരിച്ച് മാറ്റം വരുത്തിയാണ് ഓർഡിനൻസ്. സെർച്ച് കമ്മിറ്റി ഘടനയിലും മാറ്റം വരും. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സർക്കാർ. സെയ്ഫ് ചേരുന്നു. സെയ്ഫ്, സർക്കാരിന്റെ നീക്കം തന്നെ രണ്ട് സർവകലാശാലകളിലെ താൽക്കാലിക വിസിമാരുടെ നിയമനം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ റദ്ദാക്കിയിരുന്നു. ഡിജിറ്റൽ സർവകലാശാല, സാങ്കേതിക സർവകലാശാല എന്നിവയിലെ നിയമനങ്ങളാണ് റദ്ദാക്കിയത്. എന്നിട്ട് ഹൈക്കോടതി അന്ന് പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ താൽക്കാലിക വിസിയെ 6 മാസത്തേക്കുള്ളിൽ നിയമിച്ച് 6 മാസത്തേക്ക് നിയമിച്ച് അതിനുള്ളിൽ പുതിയ വിസിയെ, സ്ഥിരം വിസിയെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. രണ്ടുപേരും കൂട്ടായി ചർച്ച ചെയ്തതിനകത്ത് തീരുമാനമെടുക്കണം. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ എന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ 2 സർവകലാശാലകളിലേക്കുമുള്ള താൽക്കാലിക വിസിമാരുടെ 3 പേരടങ്ങുന്ന പട്ടിക, 3 പേരുടെ പട്ടിക ഗവർണർക്ക് സംസ്ഥാന സർക്കാർ കൈമാറുകയും ചെയ്തു. ഗവർണർ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയും പറഞ്ഞത് വിസി നിയമനത്തിൽ ഗവർണർക്ക് അധികാരമുണ്ട്, ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അധികാരമുണ്ട്. പക്ഷേ അത് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് പ്രശ്നങ്ങളില്ലാതെ വിദ്യാർത്ഥികളുടെ ഭാവി നോക്കി അതിനകത്ത് നിയമനം നടത്തണം. സ്ഥിരം വിസിമാരെ നിയമിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും ഗവർണറും ചാൻസലറും കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഈ സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ഏത് വിസിമാരെയാണോ ഹൈക്കോടതി മാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് ആ 2 വിസിമാരെ തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിയമിക്കുകയായിരുന്നു. സാങ്കേതിക സർവകലാശാലയിലേക്ക് ശിവപ്രസാദിനെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് സിസ തോമസിനെ നിയമിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കി. ഈ പ്രശ്നം വലിയ രൂക്ഷമായി നിൽക്കുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മറ്റൊരു നീക്കം നടത്തുന്നത്. ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം വിസിയെ നിയമിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ നിയമത്തിൽ ചില ഭേദഗതികൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർവകലാശാല ചട്ടത്തിലെ 11ാം വകുപ്പിന്റെ 3, 4, 6 ഉപവകുപ്പുകളിൽ UGC ചട്ടങ്ങൾക്ക് സമീപകാലത്തുണ്ടായ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു ചട്ടം, അതായത് 3, 4, 6 എന്നുള്ളതിനകത്ത് 6ാമത്തെ ചട്ടത്തിൽ പറയുന്നത് സർവകലാശാല വിസിയുടെ പ്രായം 61 നിന്ന് 65 ആക്കണം എന്നുള്ളതാണ്. 1, 4 എന്ന് പറയുന്ന ചട്ടം, ആ ചട്ടത്തിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനകത്തെ പ്രായപരിധി മറ്റു കാര്യങ്ങളും വിശദമാക്കുന്നുണ്ട്. അത് എല്ലാം മാറ്റിക്കൊണ്ട് സ്ഥിരം വിസിയെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടക്കുകയാണ്. ഈ ഓർഡിനൻസിന്റെ മന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം നൽകിയിട്ടുണ്ട്. പുതിയ സ്ഥിരം വിസിയെ നിയമിക്കാൻ വേണ്ടിയുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ ഈ ഓർഡിനൻസ് ഗവർണറുടെ മുന്നിലേക്കാണ് ചെല്ലുന്നത്. അദ്ദേഹം ഒപ്പിട്ടാൽ മാത്രമേ അത് ഓർഡിനൻസായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഇങ്ങനെ ഒരു ഈ ഘട്ടത്തിൽ അദ്ദേഹം അതിനകത്ത് ഒപ്പിടുമോ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നോക്കിക്കാണുന്നത്. അങ്ങനെ ഒപ്പിട്ടാൽ സ്ഥിരം വിസിയെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളിലേക്ക് സംസ്ഥാന സർക്കാർ ഉടനെ കടക്കും. അദ്ദേഹം മറ്റൊന്ന് സർക്കാരിന് അനുകൂലമായിട്ടുള്ളത് ഈ പുനർനിയമനം ചാൻസലർക്ക് നടത്താം, പക്ഷേ 2 സർവകലാശാലയും ചട്ടം അനുസരിക്കണം എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ ആ വിധിയിൽ. അതുകൂടി മുൻനിർത്തിയാണോ സർക്കാർ നീക്കം നടത്തുന്നത്? അതെ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ധന്യ നോക്കിക്കാണേണ്ടത്, ഈ 12 സർവകലാശാലകളിൽ കേരളത്തിൽ ഇപ്പോൾ സ്ഥിരം വിസിമാരില്ല. മൊത്തം 13 സർവകലാശാലകളുള്ളതിൽ 12 സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരില്ല. സ്ഥിരം വിസിമാരെ നിയമിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ നിയമമന്ത്രിയും ഗവർണർ രാജേന്ദ്ര അർലേക്കറെ രാജ്ഭവനിൽ പോയി കണ്ട് ചർച്ച നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഗവർണർ അനുകൂലമായി പ്രതികരിച്ചു എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സിസ തോമസിനെയും ശിവപ്രസാദിനെയും, ഇവരെ 2 പേരെയും സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ ചട്ടഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് സ്ഥിരം വിസിയെ നിയമിക്കാൻ വേണ്ടി, അത് 2 കാരണങ്ങളാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, UGCയുടെ ചട്ടം. UGCയുടെ ചട്ടത്തിൽ ക്ലോസ് 4 പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചീഫ് സെക്രട്ടറി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സെർച്ച് കമ്മിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട പദവിയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ UGC ചട്ടത്തിൽ അങ്ങനെ പറയുന്നില്ല. UGC ചട്ടത്തിൽ ചീഫ് സെക്രട്ടറിക്ക് അവിടെ റോളില്ല. അങ്ങനെ സാങ്കേതികപരമായി ഇപ്പോൾ പ്രശ്നങ്ങളുള്ളത് മാറ്റിക്കൊണ്ട് ഗവർണർക്ക് മുന്നിലേക്ക് വരികയാണ്. നിലവിലെ UGC ചട്ടത്തിന്റെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്, അങ്ങ് അതിനകത്ത് ഒപ്പിടണം. അത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ UGC ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. അതുകൊണ്ട് അതിനകത്ത് ഒപ്പിട്ട് സ്ഥിരം വിസിയെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്നൊരു സമ്മർദ്ദം ഗവർണർക്ക് മുന്നിലേക്ക് വെക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനോട് രാജേന്ദ്ര അർലേക്കർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം മന്ത്രിമാർ രാജ്ഭവനിൽ എത്തിയിരുന്നു. ഒരു അനുനയ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തിരുന്നു. അത് നമ്മൾ കണ്ടതുമാണ്. SFIയുടെ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ നിർത്തിവെച്ചത്
നിയമിച്ചത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരത്തിലൊരു അനുനയത്തിനും രാജ്ഭവൻ തയ്യാറല്ല എന്നതുകൂടി വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോര് കടുക്കുന്നു. അത് മറ്റൊരു VC-യിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇനി ഇതിനെ മറികടക്കുക? ഒപ്പം തന്നെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതിലെങ്ങനെയായിരിക്കും? ഒരു അനുനയത്തിന്റെ സ്വഭാവത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുന്നത് കൊണ്ടാണ് രണ്ട് മന്ത്രിമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഞായറാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയുടെ തലേ ദിവസം ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ഗവർണർക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. ആ കത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഈ രണ്ട് VC-മാരുടെ നിയമനം സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് നിയമനം നടത്തണം എന്നുള്ളതാണ്. അങ്ങ് അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങ് നിയമനങ്ങൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ സ്ഥിരം VC-മാരെ നിയമിക്കാൻ വേണ്ടി രണ്ട് മന്ത്രിമാരെ ചർച്ചയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുമായി കൂടിയാലോചിക്കണം എന്ന് പറഞ്ഞാണ് പിറ്റേ ദിവസം രാവിലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് മന്ത്രിമാർ രാജേന്ദ്ര അർലേക്കറെ രാജ്ഭവനിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹം സ്ഥിരം VC-മാരെ നിയമിക്കുന്നതിൽ ചർച്ച തുടരാം എന്ന് പറയുന്ന ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു പ്രധാനപ്പെട്ട നീക്കം, ഒരു നിർണായക നീക്കം നടത്തിക്കൊണ്ട് അവിടെ താൽക്കാലിക VC-യെ മാറ്റി സ്ഥിരം VC-യെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ഇനി വരാൻ പോകുന്നത് ധന്യ, ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാജ്ഭവനിലിരിക്കുന്ന അദ്ദേഹം ഈ ഓർഡിനൻസിൽ ഒപ്പിടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ട കാര്യമാണ് ധന്യ.